ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പിറകെ വരാൻ വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി അൺഅവൈലബിൾ ആണ്. ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ പോകാൻ വിളിച്ചാൽ ദാ ചാടിക്കേറി ഞാൻ വരുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ എപ്പോഴും പോകുന്നവരാണ് എങ്കിൽ അവരെപ്പോഴും ഓർക്കുക അവന് അല്ലെങ്കിൽ അവൾക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ് എന്നാണ്. സോ ചില സിറ്റുവേഷനിലൊക്കെ നോ പറയുക. അതായത് ഒരു വ്യക്തി എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാനിന്ന് തിരക്കിലാണ്, എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുക ഇടയ്ക്കിടയ്ക്ക്. ഇങ്ങനെയാകുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു മിസ്സിങ് കാര്യങ്ങളൊക്കെ തോന്നും. അങ്ങനെ അവരായിട്ട് നിങ്ങളുടെ പുറകെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചേസിങ് ദമ്മാണ്. അതായത് ഏത് സമയം അങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ അവനെ കണ്ടില്ല അല്ലെങ്കിൽ അവളെ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് മെസ്സേജൊക്കെ അയച്ച് ചെല്ലാതിരിക്കുക. നിങ്ങളുടെ പ്രസൻസ് കുറയുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും. അതായത് ഏത് സമയം ഒരു വ്യക്തി ഇങ്ങനെ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, പെട്ടെന്നൊരു ദിവസം അവർ ഇതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു വ്യക്തി ഓർക്കും അവന് അല്ലെങ്കിൽ അവൾക്ക് വേറെ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പഴയതുപോലെ സ്നേഹമൊന്നും ഇല്ലാത്തത്, ഇനി ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ വരികയും അവർ നിങ്ങളെ ചേസ് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. സോ ദിസ് ഈസ് അവർ സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് സ്പെൻഡ് ലെസ് ടൈമാണ്. ഒരു വ്യക്തിയെ നമ്മൾ ഡെയിലി കണ്ട് സംസാരിക്കുന്നു, എന്നും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മറിച്ച് 2-3 ദിവസമൊക്കെ കൂടി നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒരിഷ്ടം നിങ്ങളോട് കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്നും ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു വ്യക്തിനെ കാണുന്നു, സംസാരിക്കുന്നു, അങ്ങനെയാകുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്നും കാണുന്നതല്ലേ, പ്രത്യേകിച്ച് എന്ത് പറയാനാണ് എന്നുള്ള രീതിയായിരിക്കും. മറിച്ച് നിങ്ങൾ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒന്നൊക്കെ കാണുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കും നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് എന്നും കാണുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ദിസ് ഈസ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ദം ജലസ് ആണ്. അതായത് ആ ഒരു വ്യക്തി ചില സമയങ്ങളിലൊക്കെ ഓർക്കുമായിരിക്കും അവന് അല്ലെങ്കിൽ അവൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് എവിടെ പോയാലും എൻ്റെ അടുത്തേക്ക് വന്നോളും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമെന്ന് പറയുന്നത് മാക്സിമം എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇവരുടെയൊക്കെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഓരോരോ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ഫുഡ് കഴിക്കാൻ പോവുക, ഫിലിം കാണാൻ പോവുക, ഇതൊക്കെ നിങ്ങൾ സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ആയിട്ട് അവരെയും കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണെങ്കിലും നിങ്ങളോടൊരു അസൂയ തോന്നും. അവന് അല്ലെങ്കിൽ അവൾക്ക് ഞാനില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും അവരത്രയ്ക്ക് ഹാപ്പിയാണ്, അതുകൊണ്ട് ഞാനിനിങ്ങനെ അതായത് വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ഇട്ടിട്ട് പോകുമോ എന്നുള്ളൊരു പേടി ഉള്ളിൽ തോന്നുകയും അവരായിട്ട് നിങ്ങളുടെ പുറകെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ഹിം റെക്കഗ്നൈസ് യുവർ വർത്ത്. അതായത് നിങ്ങളുടെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഡെയിലി കണ്ട് സംസാരിച്ചു അല്ലെങ്കിൽ ഇന്ന ടൈമിൽ ഡെയിലി നിങ്ങൾ അങ്ങോട്ട് അവരെ വിളിക്കുകയാണ്, കറക്റ്റ് ടൈമിൽ അവരെ എന്നും കാണാൻ വേണ്ടി ചെല്ലുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ വിചാരിക്കുക നിങ്ങൾക്ക് അവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരിച്ചിരി ഷോ അല്ലെങ്കിൽ ഇച്ചിരി ഒരു അകൽച്ച കാണിച്ചാലും നിങ്ങളായിട്ട് അങ്ങോട്ട് ചെന്നോളും എന്നുള്ളൊരു രീതിയായിരിക്കും പിന്നെ അവരുടെ ഉള്ളിൽ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഉള്ളിലൊരു ടെൻഷൻ വരും. ഇനി അവർ വേറെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഒക്കെ തേടി പോകുമോ എന്നുള്ളൊരു പേടി എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ തോന്നും. അതേപോലെ തന്നെ കറക്റ്റ് ടൈമിൽ ഒരാൾ വിളിച്ചുകൊണ്ടിരുന്നതാണ്, പെട്ടെന്നൊരു ദിവസം വിളിക്കുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും എന്താണെങ്കിലും അവരുടെ ഉള്ളിൽ നല്ല രീതിയിലൊരു മിസ്സിങ് നിങ്ങളോട് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരായിട്ട് നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പുറകെ വരണം എന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ പുറകെ തന്നെ വന്നോളും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.